Hi students, welcome to my college programs. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സത്യവും സൗന്ദര്യവും കുട്ടിക്കൃഷ്ണ മാരാരുടെ സത്യവും സൗന്ദര്യവും അതിൽ സാഹിത്യ സംഭാവനകളെ കുറിച്ചും സൗന്ദര്യ നിരീക്ഷണം അല്ലെ പലർക്കും പല രീതിയിലാണ് സൗന്ദര്യ നിരീക്ഷണം, പിന്നെ അത് സമകാലികമായി എത്രത്തോളം പ്രാധാന്യമാണെന്നതും പിന്നെ അത് കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം, എല്ലാവർക്കും ഒരേ കാഴ്ചപ്പാടിലൂടെയല്ല സൗന്ദര്യം വീക്ഷിക്കുക അല്ലേ. അതായത് സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കയ്യിലും വ്യത്യസ്തം. പിന്നെ ഒരു റോസാപ്പൂ കാണുകയാണെങ്കിൽ അത് ഓരോരുത്തർക്കും ഓരോ സൗന്ദര്യമാണ് ഉണ്ടാവുക അല്ലേ. അത് ഒരു കവി കാണുന്ന പോലെ ഒരു സാധാരണക്കാരൻ ഒരാളും ഒരു കവിയും കാണുന്നത് വ്യത്യസ്തമായിട്ടായിരിക്കും. എങ്ങനെയാണ് മീൻസ് പിന്നെ ഒരു റോസാപ്പൂ ഭയങ്കര സൗന്ദര്യം റെഡായിരിക്കും, അങ്ങനെ നമ്മൾ കാണുള്ളൂ. പക്ഷെ അവർ കാണുന്ന പ്രണയത്തിൻ്റെ സങ്കല്പം, അത് അങ്ങനെ കാറ്റിൽ തളിരാടി നിൽക്കുമ്പോൾ അത് ഗാനം ഒക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സാഹിത്യം വരും കവികൾ. പക്ഷെ നമുക്ക് എന്താണ് ചുവപ്പ് റോസാപ്പൂ അത്രേ ഉള്ളൂ. അങ്ങനെ പിന്നെ അങ്ങനെയുള്ള ഓരോരുത്തരും കാഴ്ചപ്പാടിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ സത്യവും സൗന്ദര്യവും എഴുതിയത് കുട്ടിക്കൃഷ്ണ മാരാർ. നിങ്ങൾ കുട്ടിക്കൃഷ്ണ മാരാറെ പറ്റി കേട്ടിട്ടുണ്ടാവൂലേ. മാരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാ മാരാർ? നമ്മളിങ്ങനെ കൊട്ടിപ്പാടുന്ന മാരാർ അല്ലേ. നമ്മുടെ രാവണപ്രഭു എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ നമ്മുടെ ഒടുവിലുണ്ണിക്കൃഷ്ണൻ റോളുണ്ട്, അദ്ദേഹം ഒരു മാരാറാണ്. അപ്പോൾ എന്തോ മാരാർ വന്നില്ലേ എന്ന് പറയുന്നില്ലേ, അത് എന്താ പറയുക, മാരാർ തകിൽ കൊട്ടുന്നത് മാരാരും തകിലാണ്. അവരിങ്ങനെ നല്ലൊരു ഇത് പാടുന്നുണ്ടല്ലോ, പ്രാർത്ഥനാ ഗീതം പാടുന്നില്ലേ ഒടുവിലുണ്ണിക്കൃഷ്ണൻ കേട്ടിട്ട്, അതാണ് മാരാർ. അപ്പം കുട്ടിക്കൃഷ്ണ മാരാർ ആ ഒരു ഫാമിലിയിൽപ്പെട്ട ആളാണ് കുട്ടിക്കൃഷ്ണ മാരാർ. ആ മാരാറാണ് ആര് സത്യവും സൗന്ദര്യവും എന്നുള്ള ഈ ഒരു ഭാഗം എഴുതിയത്. കുട്ടിക്കൃഷ്ണ മാരാരുടെ സാഹിത്യ സംഭാവനകളെക്കുറിച്ചുള്ള സാമാന്യ ധാരണ മനസ്സിലാവുന്നു. മലയാളത്തിൽ സൗന്ദര്യശാസ്ത്ര ചിന്തകളെ പരിചയപ്പെടുത്തുന്നു. പിന്നെ സത്യം, സൗന്ദര്യം തുടങ്ങിയവയെ കുട്ടിക്കൃഷ്ണ മാരാർ തത്വചിന്താപരമായി അവതരിപ്പിക്കുന്നു. നിത്യസൗന്ദര്യങ്ങളുടെ കലർപ്പാണ് കല എന്ന മാരാർ നിഗമനത്തെ നമ്മൾ മനസ്സിലാക്കുന്നു അല്ലേ. ദെൻ കുട്ടിക്കൃഷ്ണ മാരാരെ പറ്റിയുള്ള ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് നോക്കാം അല്ലേ. പിന്നെ നോക്കാം, മലയാളത്തിലെ ഏറെ പ്രശസ്തനായ നിരൂപകനാണ് കുട്ടിക്കൃഷ്ണ മാരാർ. സ്വകീയവും വിപ്ലവകരവുമായ വാദഗതികൾ കൊണ്ട് അദ്ദേഹം പിന്നെ ശ്രദ്ധേയനായ സാഹിത്യ വിമർശകനും കൂടിയാണ്. അദ്ദേഹം ശുചിചിന്തമായ തൻ്റെ അഭിപ്രായങ്ങൾ എതിരാളികളെ സമ്മതമാക്കും വിധം മട്ടിൽ യുക്തിഭദ്രമായി സ്ഥാപിക്കുന്ന ഒരാളാണ്. പണ്ഡിതനായിരുന്ന പുന്നശ്ശേരി നമ്പിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. സാഹിത്യത്തിൽ നിയോ ക്ലാസിക് അഭിരുചികൾ കേട്ട് വ്യക്തി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ കാൽപ്പനിക കിരണങ്ങൾ ഊർജ്ജസ്വലമായി കടന്നു വന്ന കാലത്താണ് മാരാരുടെ രംഗപ്രവേശം. അതായത് എല്ലാതരം അടിമത്തത്തെയും എതിർക്കുന്ന ദേശാഭിമാനത്തിൻ്റെയും നവോത്ഥാന ആശയങ്ങളുടെയും കാലഘട്ടമാണ്. സചേതനവും വിപ്ലവാത്മകവുമായ ഈ കാലഘട്ടത്തിൽ നിന്നും ആർജിച്ച കരുത്താണ് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെ മഹത് വ്യക്തിത്വങ്ങളെയും നവീനമായ ഉൾക്കാഴ്ച ലഭിക്കുമാറ് പുതുക്കി പണിയാൻ മാരാറെ സജ്ജമാക്കിയത്. മാരാറുടെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാ നോക്കാം. ഭാരത പര്യടനം. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷനിലെ പ്രത്യേകിച്ച് ഇതൊരു ഉപന്യാസമാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക കേട്ടോ. മിസ് ഇവിടെ എഴുതാം, ഇത് ഉപന്യാസ ചോദ്യങ്ങൾ വരുന്ന ഭാഗമാണ്. ഉപന്യാസം ഇതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാർക്ക് സ്കോർ ചെയ്യണം. ഉപന്യാസം എന്ന് പറഞ്ഞാൽ 1.5 പുറം അല്ലെങ്കിൽ 2 പുറത്തിൽ കവിയാതെ എഴുതേണ്ട സാധനമാണ് ഉപന്യാസം. അപ്പോൾ ഈ ഒരു ഭാഗം നന്നായിട്ട് ബൈഹാർട്ടായി വെക്കണം, എഴുതാൻ കുറേ കണ്ടന്റുകൾ വേണം. അപ്പം അതിനുള്ള ഒരു ഇന്നർ മീനിങ് അല്ലെങ്കിൽ ഉള്ളടക്കം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് വ്യാപകമാക്കാൻ പറ്റൂ അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യാൻ പറ്റൂ. തലയും വാലും ഇല്ലാതെ എഴുതാൻ പാടില്ല. പക്ഷെ നമ്മൾ വലിച്ചു നീട്ടാം, എങ്ങനെ അതിൻ്റെ ഇന്നർ മീനിങ് അറിയണം, എന്നാലേ നമുക്ക് വലിച്ചു നീട്ടാൻ പറ്റൂ. അപ്പോൾ ഭാരത പര്യടനം 15 ഉപന്യാസങ്ങൾ, പലരും പലതും, ഹാസ്യസാഹിത്യം, സാഹിത്യവിദ്യ, മലയാള ശൈലി, സാഹിത്യഭൂഷണം, കല, ജീവിതം തന്നെ, രാജാങ്കണം. ഓക്കെ, ഇതിലെന്താ നോക്കാം നമുക്ക്. ഈ ഒരു എന്തിൽ പറഞ്ഞത്, കുട്ടിക്കൃഷ്ണ മാരാർ പറഞ്ഞ സത്യവും സൗന്ദര്യവും എന്നുള്ള എന്തൊക്കെയാണ് കൊടുത്തത്. മലയാളത്തിലേക്ക് സൗന്ദര്യശാസ്ത്ര ചിന്തകളെ പരിചയപ്പെടുന്ന ഒരു പുസ്തകമാണ് സൗന്ദര്യ നിരീക്ഷണം എന്ന MP പോളിൻ്റെ ഗ്രന്ഥം. സൗന്ദര്യത്തിൻ്റെ പിന്നിലെ കാരണങ്ങളെ അദ്ദേഹം പല രീതിയിൽ അന്വേഷിക്കുന്നു. എന്താണ് സൗന്ദര്യം എന്താണെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥ. ഈ പുസ്തകത്തിനോടുള്ള പ്രതികരണം എന്ന നിലയിൽ കുട്ടിക്കൃഷ്ണ മാരാർ രചിച്ചൊരു ലേഖനമാണ് സത്യവും സൗന്ദര്യവും. സത്യവും സൗന്ദര്യം തമ്മിലുള്ള ബന്ധം എന്നും ആലോചനയ്ക്ക് വിഷയമാണ് അല്ലേ. സത്യവും സൗന്ദര്യവും ഇങ്ങനെ ആലോചിക്കുക, ഇത് രണ്ട് വാക്ക് ബന്ധമുണ്ടോ ഇല്ലേ എന്നാണ് ഇങ്ങനെ ആലോചനയ്ക്ക് വിധേയമാകുന്നതാണ്.
സൗന്ദര്യ നിരീക്ഷണം എന്ന MP പോളിൻ്റെ കൃതി ഇതിനെ വിശദീകരിക്കുന്നുണ്ട്. സൗന്ദര്യം എന്നത് ആത്മനിഷ്ഠയാണോ വസ്തുനിഷ്ഠമായ ഒന്നാണോ എന്ന് നമുക്കറിയില്ലെങ്കിലും ഇവയെപ്പറ്റി വിധി കൽപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഒരു ശക്തിയാണ്. ഈ നിഗമനത്തിൽ നിന്നും പിന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? സത്യവും സൗന്ദര്യവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ പിന്നെ MP പോളിൻ്റെ ഈ പുസ്തകത്തിന് ആരാ എഴുതിയത്? കുട്ടിക്കൃഷ്ണമാല. അപ്പോൾ അവിടെ MP പോൾ എന്ന് പറയുന്ന പൊതുവേ ഒരു അഭിപ്രായത്തിൽ പറയുന്നത് എന്താ? ഈ പുസ്തകത്തിന് നിരൂപണം എഴുതിയ, നിരൂപണം എന്ന് പറഞ്ഞാൽ വിമർശനം, ചെറുതായിട്ടൊരു നിരൂപണക്കുറിപ്പ് തയ്യാറാക്കിയ ആളാണ് MP പോൾ. അദ്ദേഹം എന്താ പറഞ്ഞത്? ഒരു മനുഷ്യൻ്റെ സൗന്ദര്യ ബോധവും സത്യാവബോധവും തമ്മിൽ പിന്നെ ഇടയുന്ന സന്ദർഭങ്ങളുണ്ടെന്നും അത് മനുഷ്യനിർമ്മിതമായ കാലവസ്തുക്കളിൽ കൂടുതൽ പ്രകടമാണെന്നും പറയുന്നു. ഈ അനൈക്യത്തിന് കാരണമായി അദ്ദേഹം കാണുന്നത് എന്താണ്? അതതു കാലത്തെ ദേശത്തെയും കാലത്തെയും സാമൂഹ്യമായ സമരങ്ങളെയും തൽഫലമായ ചേരി തിരിയലുകളുടെയും ഫലമായി കാലവസ്തുവിൻ്റെ ചേരിയും ആസ്വാദകൻ്റെ ചേരിയും അല്ലാതെ ചേരുന്നതാണ്. രണ്ടാം ഭാഗത്ത് ഈ സൗന്ദര്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ആഴത്തിൽ വിശകലനം ചെയ്യുകയാണ് ലേഖകൻ. ചില കൃതികൾ സുന്ദരമായി തോന്നിയാലും അത് സത്യമാകില്ലെന്ന് തോന്നുന്നതിൽ എന്തുകൊണ്ടാണ് ലേഖകൻ പറയുന്നത്? സത്യസൗന്ദര്യങ്ങൾ അഭിന്നമെങ്കിലും അവ ഭിന്നമെന്ന് തോന്നുന്നത് നമ്മുടെ സൗന്ദര്യബോധത്തിന് അല്ലെങ്കിൽ സത്യബോധത്തിന് എന്തോ ഒരു തെറ്റെന്തോ സംഭവിച്ചത് കൊണ്ടാവാം എന്ന് പറയുന്നു അല്ലേ. ഒരാൾ തന്നെ ഒരിക്കൽ കണ്ട സൗന്ദര്യമാവില്ല മറ്റൊരിക്കൽ കാണും. ഒരാൾ ഒന്നിനൊരിക്കൽ കണ്ട സൗന്ദര്യമാവില്ല കുറേ കഴിഞ്ഞ് കാണുമ്പോൾ കാണുന്നത്. സത്യത്തിൻ്റെ കാര്യം ഇതുപോലെയാണ്. നമ്മുടെ കലാജീവിതം സത്യസൗന്ദര്യ ബോധങ്ങളെ വളർത്തിക്കൊണ്ടുവരാനുള്ള ഇതാണ്. നമ്മുടെ സത്യസൗന്ദര്യ ബോധങ്ങളിലെ വികലത തീർക്കേണ്ടത് ഇവ തമ്മിൽ സമരസപ്പെടുത്തിയാണ്. അതായത് എവിടെ സൗന്ദര്യമുണ്ട് അവിടെ സത്യവും ഉണ്ടെന്ന് കാണാൻ കഴിയണം. എവിടെ സൗന്ദര്യം, അത് ചില എല്ലാവർക്കും ഒന്നും അനുകൂലിക്കാൻ കഴിയില്ലല്ലോ. എവിടെ സൗന്ദര്യമുണ്ട് അവിടെ സത്യം മാത്രമുണ്ടെന്ന് പറയാൻ കഴിയണമെന്നാണ് പറയുന്നത്. അത് കാണാൻ കഴിയുന്നില്ലെങ്കിൽ അത് കണ്ടത് സൗന്ദര്യമല്ല എന്ന് മനസ്സിലാക്കണം എന്നാണ് കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. കൂടാതെ എങ്കിൽ മാത്രമേ സൗന്ദര്യ ഐക്യം അനുഭവപ്പെടൂ. ഇത് സ്വന്തം മനസ്സിനെ നിശബ്ദമായി നടത്തേണ്ട ഒരു നിശബ്ദ സംസ്കാരമാണ്. നമ്മൾ നിശബ്ദമായി നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട തീരുമാനമാണെന്നാണ് ആര് പറയുന്നത്? കുട്ടിക്കൃഷ്ണമാരാർ പറയുന്നത്. പിന്നെ സത്യസൗന്ദര്യങ്ങളുടെ ഐക്യത്തെപ്പറ്റി ചിന്തിച്ച മറ്റൊരാളുടെ അഭിപ്രായം മനുഷ്യൻ അപൂർണനാണ്. സത്യസൗന്ദര്യങ്ങൾ പൂർണ്ണങ്ങളായ ഭാവങ്ങളും തന്മൂലം അപൂർണമായ മനുഷ്യന് ഒരു പൂർണ്ണ ഭാവങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം പൂർണ്ണമായിരിക്കില്ല. സൗന്ദര്യത്തിന് വേണ്ടിയാണ്, ചില കലയ്ക്ക് വേണ്ടിയാണെന്നും പറയേണ്ടി വരും. അതിനാൽ സൗന്ദര്യത്തിൽ സത്യം കാണണം. അത് കഴിയുന്നില്ലെങ്കിൽ കണ്ടത് സൗന്ദര്യമല്ലെന്ന് പറയണം. കലാകാരൻ താൻ സത്യമാണെന്ന് കരുതുന്നത് സുന്ദരമായി പ്രതിപാദിക്കുന്നു. കലയിലെ സൗന്ദര്യം വ്യക്തിനിഷ്ഠമാണോ വസ്തുനിഷ്ഠമാണോ എന്ന് അറിയില്ലെങ്കിലും നിത്യസൗന്ദര്യങ്ങളുടെ കലർപ്പാണ് കല. കലാകാരനാൽ എപ്പോഴും സത്യത്തിൻ്റെ ചേരിയിലായതിനാൽ നിത്യസൗന്ദര്യം ഇടാൻ വഴിയില്ല. സത്യസൗന്ദര്യങ്ങൾ ഒന്നെങ്കിൽ വിഭിന്നം എന്ന് തോന്നുന്നത് അവ അപൂർണതായതുകൊണ്ടാണ്. അപ്പോൾ സൗന്ദര്യം എന്ന് പറയുന്നത് അവിടെ സത്യമുണ്ടാവും എന്ന് പറയുന്നു അല്ലേ. അത് അംഗീകരിക്കാൻ പറ്റുമോ എന്നറിയില്ലെങ്കിലും സൗന്ദര്യബോധത്തെ പറ്റി ചർച്ച ചെയ്യുന്ന MP പോള് പിന്നെ സൗന്ദര്യ നിരീക്ഷണം ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഒരു പക്ഷെ എല്ലാവർക്കും അംഗീകരിക്കാൻ കഴിയണമെന്നൊന്നുമില്ല അല്ലേ. കാരണം സത്യവും സൗന്ദര്യവും സത്യമുള്ളവർത്തെ സൗന്ദര്യമുള്ളൂ എന്നൊക്കെ പറയുന്നത് അത്ര എന്താകുന്നില്ല, എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആവുന്നില്ല. കാരണം അവിടെ സത്യമല്ലെങ്കിൽ സൗന്ദര്യം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയൊന്നും വരില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സത്യവും സൗന്ദര്യം. ഇത് ഉപന്യാസമാണ് ഇതിൽ ക്വസ്റ്റ്യൻ വരിക. അതുകൊണ്ട് തന്നെ 2 പുറത്തിൽ കവിയാതെ എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെയൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തരുമെങ്കിലും നന്നായിട്ട് ശ്രദ്ധിക്കുക, നല്ല പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.